ഹൈദരാബാദ് പോലീസ് എന്നെ തൂക്കി ഗൈസ്. അപ്പൊ ഹൈദരാബാദിലേക്ക് ഒരു യാത്ര. വെളുപ്പിന് 5:30 നാഗർകോവിൽ നിന്നായിരുന്നു നമ്മുടെ ട്രെയിൻ. മധുരൈ, തഞ്ചാവൂർ, തിരുപ്പതി വഴി ഹൈദരാബാദ് ആയിരുന്നു നമ്മുടെ ട്രെയിൻ റൂട്ട്. കാഴ്ചകളൊക്കെ കണ്ട് ഹെഡ്ഫോണും വെച്ച് ഒരു പാട്ടും പ്ലേ ചെയ്ത് ഞാൻ ഇങ്ങനെ കിടന്നു. 16 മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന് ഹൈദരാബാദിലോട്ട്. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനും റീഫ്രഷ് ആവാനും ഇങ്ങനെ ഒരു യാത്ര അത് നല്ലത് തന്നെയാണ്. ഒരു യാത്ര പോകുമ്പോൾ ആ യാത്ര നമ്മൾ ആസ്വദിച്ചാണ് പോകുന്നതെങ്കിൽ എത്ര ദൂരമാണെങ്കിലും നമുക്കത് മടുപ്പ് തോന്നാറില്ല. അങ്ങനെ ഈ 16 മണിക്കൂറും പോയത് ഞാൻ അറിഞ്ഞതേയില്ല. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു ബസ്സിൽ കയറി നേരെ ലോഡ്ജിലോട്ട്. ലോഡ്ജിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് അവിടുന്ന് നേരെ ചാർമിനാർ. ഇവിടെ വന്നപ്പോൾ അത്രയും നേരമില്ലാത്ത ഒരു മഴയും ഒരു പ്രത്യേക ഫീലും. മഴയും ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ചാർമിനാർ എത്തിയത് അറിഞ്ഞതുപോലുമില്ല. ഹൈദരാബാദി ബിരിയാണി കഴിക്കണമെങ്കിൽ അത് ചാർമിനാർ തന്നെ വരണം. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്ട്രീറ്റ് ഫുഡുകൾ ഇവിടെ കിട്ടും. അങ്ങനെ ഓരോ ഫുഡുകൾ ഉണ്ടാക്കുന്നതും കണ്ട് നിന്നപ്പോഴാണ് പുറകിൽ നിന്നൊരാൾ എന്നെ തോളത്ത് തട്ടി വിളിക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പം ഇവിടെയുള്ളൊരു പോലീസ് ഓഫീസർ. എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് കാര്യം എന്താണെന്ന് പിടികിട്ടി. മൊബൈൽ ഫോൺ കൊണ്ടുള്ള തട്ടിപ്പുകളുടെ ഒരു അവയർനെസ് ക്ലാസ്. ഞാൻ മാത്രമല്ല, അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ചെന്നപാടെ ഒരു അവയർനെസ് ബോർഡ് എടുത്ത് എന്റെ കയ്യിൽ തന്നു. ഞാൻ അതും പിടിച്ചായിരുന്നു നിൽപ്പ്. ഓഫീസർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും കേട്ടോണ്ട് നിന്ന് വന്ന കാര്യം മറന്നു. പിന്നെ ചാർമിനാർ ലക്ഷ്യമിട്ട് നടന്നപ്പം നല്ല മഴയും. പിന്നെ ഒന്നും നോക്കില്ല, ഒരൊറ്റ ഓട്ടം. ഓടിത്തളർന്ന് കിതച്ചു നിന്നപ്പം ദാ ഒരു ജ്യൂസ് കട. പിന്നെ അവിടെ പോയി ഒരു മാംഗോ ജ്യൂസ് കുടിച്ചു. പല വെറൈറ്റീസ് ഓഫ് ജ്യൂസുകൾ ഉണ്ട് ഇവിടെ. ആ മാംഗോ ജ്യൂസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ എങ്ങനെയൊക്കെയോ ചാർമിനാർ എത്തി. ശരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. അതിന്റെ ഇടയിലൂടെ നടന്ന് അവിടെ മൊത്തം കറങ്ങിക്കണ്ട്. ശരിക്കും നൈറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ചാർമിനാർ കാണാൻ. ഇനി നെക്സ്റ്റ് പ്ലാൻ ഹൈദരാബാദി ബിരിയാണി.